ഞാൻ ഡോക്ടർ അബ്ദുൽ ഷാക്കിർ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ ഒരു IBS പലപ്പോഴും നമ്മൾ പല ലക്ഷണങ്ങളും IBS ഉള്ള ആളുകളിൽ കാണപ്പെടാറുണ്ട്. അത്തരത്തിൽ IBS എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ അതായത് ഫങ്ഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ പലപ്പോഴും പല ടെസ്റ്റൊക്കെ ചെയ്താലും ഈ ഒരു IBSൽ പലപ്പോഴും അങ്ങനെ വ്യത്യാസങ്ങളൊന്നും കാണപ്പെടാറില്ല. എന്നാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ ആളുകളിൽ ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു അസുഖമാണ് ഈ IBS എന്ന് പറയുന്നത്. IBSൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ വരുന്നതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോവുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോവുക, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ ഇറങ്ങുമ്പോഴത്തേന് നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ടോയ്ലറ്റിൽ പോകേണ്ടി വരിക. ഇനി പോയി കഴിഞ്ഞാലും നമുക്കൊരു തൃപ്തിയില്ലായ്ക വരിക, അല്ലെങ്കിൽ ഇനി തീരെ പോവാതിരിക്കുക, നമുക്ക് 2-3 ദിവസം ഒരു നിത്യശോധന ഇല്ലാതിരിക്കുക, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഗ്യാസ് നിറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ വയറിങ്ങനെ സ്തംഭിച്ചിരിക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ IBSൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണപ്പെടാറുണ്ട് നമ്മൾ. ഈ IBS വിവിധ ടൈപ്പുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വിവിധ ടൈപ്പുകൾക്കനുസരിച്ച് നമ്മൾ ഈ ഒരു IBSൻ്റെ ലക്ഷണങ്ങൾ പലതും മിക്സായിട്ടും, അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ മാത്രമായിട്ട്, അതായത് ശോധന ഇല്ലാത്തൊരവസ്ഥയൊക്കെ നമ്മൾ ഈ ഒരു IBSൻ്റെ ലക്ഷണമായിട്ട് തന്നെ കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സമയം ടോയ്ലറ്റിൽ പോകുന്നതോ നമ്മൾ ഈ ഒരു IBSൻ്റെ മറ്റൊരു ടൈപ്പായിട്ടും കാണപ്പെടാറുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നമ്മൾ മിക്സ്ഡ് ടൈപ്പായിട്ടും വരാറുണ്ട്. അതുപോലെ തന്നെ ഇനി ക്ലാസിഫൈഡ് അല്ലാതെ, അതായത് ഈ ഒരു പറഞ്ഞ ലക്ഷണമൊന്നും അല്ലാത്ത ബുദ്ധിമുട്ടുകൾ വരുന്നതിന് നമ്മൾ IBSൻ്റെ ഗണത്തിലാണ് പെടുത്താറ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വരുന്നതാണ് ഒന്ന് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനും അതുപോലെ വയറും ഒക്കെ തമ്മിലുള്ള ഒരു ആക്സിസ് ഉണ്ട്. അതിൽ വരുന്ന ചില ചേഞ്ചസ് കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു IBSൻ്റെ ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓർഗൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന നമ്മുടെ വയറിൻ്റെ ഒക്കെ അമിതമായിട്ട് പ്രതികരിക്കും. അതായത് അലർജി പോലെ നമുക്ക് റിയാക്ട് ചെയ്യും. പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാനോ ചില ഫുഡൊക്കെ കഴിച്ചാൽ അങ്ങനെയൊക്കെ ഈ ഒരു സ്റ്റിമുലേഷൻ കാരണമൊക്കെ, ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണമൊക്കെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സ് നല്ലൊരു കാരണമായിട്ട് കാണപ്പെടാറുണ്ട്. ഇതുള്ള ആളുകളിൽ, IBS ഉള്ള ആളുകളിൽ നമ്മൾ സ്ട്രെസ്സും കാണാറുണ്ട്. സ്ട്രെസ്സ് കാരണം IBS ഉണ്ടാവുന്നതും കാണാറുണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. അതായത് ചില ഭക്ഷണത്തിന് മാത്രം നമ്മുടെ ബോഡി ഓവറായിട്ട് സെൻസിറ്റീവായിട്ട് അത് പെട്ടെന്ന് ഒന്നില്ലെങ്കിൽ ഡയറിയ ആയിട്ടോ ഒക്കെ നമ്മൾ കാണപ്പെടാറുണ്ട്. ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ IBSൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കാണാറ്. നമ്മുടെ കുടലിലൊക്കെ വരുന്ന ബാക്ടീരിയകളിലെ ഇതിലൊക്കെ വരുന്ന വ്യത്യാസത്തിൻ്റെയൊക്കെ അളവിനനുസരിച്ചൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മൾ കാണപ്പെടാറുണ്ട്. അതും ഒരു കാരണമാവാറുണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് നമുക്ക് പെട്ടെന്ന് ടെൻഷൻ ആവുക, അല്ലെങ്കിൽ ആങ്സൈറ്റി കൂടുതലായിരിക്കും. അങ്ങനെ ആങ്ഷ്യസ് ആവുമ്പോൾ നമുക്ക് അവർക്ക് ടോയ്ലറ്റ് പോകേണ്ടി വരിക, അല്ലെങ്കിൽ അവരെ ബവൽ ഹാബിറ്റ് കറക്റ്റ് ആവില്ല. ഇത്തരത്തിലുള്ളതൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ പൊതുവായിട്ട് കാണപ്പെടാറ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് നമ്മൾ കുടലിൻ്റെ ചലനങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. അതായത് ദഹനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കുടലിൻ്റെ ചലനങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പൊതുവേ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് കാണപ്പെടാറ്. IBS ഉള്ള ആളുകൾ നമുക്ക് അവരെ മെഡിസിനോ ഒക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഫുഡിലും കൂടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫ്രൈഡ് ആയിട്ടുള്ളത്, വറുത്തത്, അല്ലെങ്കിൽ എണ്ണക്കടികൾ, അല്ലെങ്കിൽ അമിതമായിട്ട് ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള അതായത് അമിതമായിട്ട് എരിവുള്ളതോ അമിതമായിട്ട് പുളിയുള്ളതോ, അല്ലെങ്കിൽ നല്ല ചൂട് ഭക്ഷണങ്ങൾ, ചായ, കോഫി, ആൽക്കഹോള്, അല്ലെങ്കിൽ നമ്മളെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, വയറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് IBS പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലത്. അവർക്ക് പൂർണ്ണമായിട്ട് ഒരു ദഹിക്കാൻ പറ്റുന്നതോ കുറച്ച് ഫൈബർ അടങ്ങിയിട്ടുള്ളതോ അല്ലെങ്കിൽ കുറച്ച് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതൊക്കെ ഉള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അമിതമായിട്ട് വയറിനെ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് അവരുടെ ഒരു ഡയറ്റിന് അവർക്ക് നല്ലത്. അവരെ വയറിൻ്റെ ബുദ്ധിമുട്ടിനും ഹാബിറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ IBSൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അവർക്ക് എന്താണോ അവർക്ക് സിംറ്റം കാണുന്നത്, അതായത് എന്തൊക്കെ ലക്ഷണങ്ങളാണ്, ഏത് ടൈപ്പാണ് IBS എന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് അതിനുള്ള അവരെ ലക്ഷണത്തിനുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു IBS എന്തുകൊണ്ടാണോ ഉണ്ടാകുന്നത്, അതായത് ചിലപ്പോൾ സെൻസിറ്റിവിറ്റി കൊണ്ടാവാം, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു ആങ്സൈറ്റി കൊണ്ടാവാം, അല്ലെങ്കിൽ വിവിധ കാരണങ്ങൾ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി, വയറിൻ്റെ ഒക്കെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഗട്ട് ബ്രെയിൻ ആക്സിസിൽ വരുന്ന വ്യത്യാസം, ഇത്തരത്തിലുള്ള എന്താണോ അതിന് കാരണം നോക്കിയിട്ട് നമുക്ക്
അവർ അത് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമായി വരാറുണ്ട്. ഇതിൻ്റെ ഒരു ചികിത്സയുടെ സമയം എന്ന് പറയുന്നത് അവരുടെ ഈ ഒരു ഗട്ട് ഹാബിറ്റ്, അതായത് ഇപ്പോൾ അവർക്കൊരു ശീലം പോലെ ആയിട്ടുണ്ടാവും ഈ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അവർ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ അവർക്ക് മാറിയിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ക്യൂർ എന്ന് പറയുന്ന ഒരു സംഭവം. കറക്റ്റായിട്ട് അവരുടെ ബവൽ മൂവ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതോ, അല്ലെങ്കിൽ അവരുടെ സിംറ്റംസ് കുറച്ച് കൊണ്ടുവരാനോ, അല്ലെങ്കിൽ ഡയേറിയ ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാനോ ഒക്കെ ഉള്ള മരുന്നുകൾ നമുക്ക് ഹോമിയോപ്പതി ചികിത്സയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഒരു രോഗിയുടെ മാനസികവും ശാരീരികവും ഒക്കെ ഉള്ള ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ഒരു ചികിത്സയാണ് ഹോമിയോപ്പതി ഇക്കാര്യത്തിൽ അവലംബിക്കുന്നത്. മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ ജീവിതശൈലിയിലും അവരുടെ ഭക്ഷണ രീതിയിലൊക്കെ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അസുഖത്തിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു IBS എന്ന് പറയുന്ന ഒരു അസുഖത്തിന് നമുക്ക് ആ ബവൽ ഹാബിറ്റൊക്കെ മാറ്റിയെടുത്ത് വളരെ നല്ല രീതിയിലാക്കി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.